ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. സ്മോൾ ക്യാപ് കമ്പനീസ് ഒക്കെ സൈസിൽ ചെറുതായിരിക്കാം, പക്ഷെ ഇപ്പൊ എന്താണ് അവരുടെ ബിസിനസ് മോഡൽ സ്ട്രോങ് ആയിട്ടും അതുപോലെ ഫണ്ടമെന്റൽസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ലോങ് ടേമിൽ ഗ്രോത്ത് നിലനിൽക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 സ്മോൾ ക്യാപ് കമ്പനീസിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ ഒക്കെ മാർക്കറ്റ് ക്യാപ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 3000 മുതൽ 10000 കോടിയുടെ ഇടയ്ക്കാണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ ഈ ഒരു കമ്പനികൾ എന്താണ് സ്ട്രോങ് സെയിൽസ് ഗ്രോത്ത് മുതൽ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പറേറ്റീവ് മാർജിൻസോട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല റിസൾട്ട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 3 കമ്പനികൾ എന്താണ് പല സെക്ടേഴ്സിലേക്കായിട്ടാണ് വരുന്നത്. ഒരു കമ്പനി നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ പ്ലെയർ ആണ്. ഇന്ത്യയുടെ പവർ സെക്ടറിലേക്ക് എന്താണ് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തൊരു കൺസ്യൂമർ കമ്പനിയാണ്. അവരൊരു സ്ട്രോങ് ടേൺ അറൌണ്ട് കാണിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കമ്പനി റിക്കവറി സൈക്കിളിൽ നിന്ന് ബെനിഫിറ്റ് നേടുന്ന ഒരു ഓട്ടോ ആക്സിലറി ഫേം ആണ്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വന്ന് സിൽച്ചർ ടെക്നോളജീസ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് CAGR ഏകദേശം 51% വരുന്നത്. അതേസമയത്ത് പ്രോഫിറ്റ് CAGR വന്നിരിക്കുന്നത് 119%. അപ്പൊ ഇതിന്റെ ഒപ്പം പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിൽച്ചർ ടെക്നോളജീസിന്റെ മെയിൻ ബിസിനസ് ട്രാൻസ്ഫോമർ മാനുഫാക്ചറിംഗ് ആണ്. അപ്പൊ കമ്പനി പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം ട്രാൻസ്ഫോമേഴ്സും. അപ്പം ഇതിൽ എന്താണ് പവർ ആൻഡ് ട്രാൻസ്മിഷൻ റിന്യൂവബിൾ പ്രൊജക്ട്സിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സിൽച്ചറിന്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് മാത്രമല്ല ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണ് 25ലധികം രാജ്യങ്ങളിലേക്ക് അവർ പ്രോഡക്ട്സ് ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ ടോട്ടൽ റവന്യൂലേക്ക് 43%-ലധികം എക്സ്പോർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പനിക്ക് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നല്ല ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട് പോർട്ട്ഫോളിയോ ആണുള്ളത്. പവർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് മുതൽ ഇൻവേർട്ടേഴ്സ്, അതുപോലെ സോളാർ, അതുപോലെ വിൻഡ് എനർജിയിലേക്കായിട്ടുള്ള ജനറേറ്റർ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ ഈവൻ ഹൈഡ്രോ ആൻഡ് ഫർണസ് ട്രാൻസ്ഫോമേഴ്സ് വരെ. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. ഇപ്പം നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ Q2 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 31% വളർന്ന് 171 കോടിയായി. അപ്പം ഇതിന് സപ്പോർട്ടായത് സ്ട്രോങ് ഡിമാൻഡും അതുപോലെ റിന്യൂവബിൾ എനർജി സെക്ടറിലെ പോസിറ്റീവ് ആസ്പെക്ട്സും ആണ്. അപ്പൊ ഇത് കാരണം കൺസിസ്റ്റന്റ് ഓർഡർ ഇൻഫ്ലോയും ക്ലിയർ ഗ്രോത്ത് വിസിബിലിറ്റിയും നൽകി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ് ഇവിടെ ഇയർ ഓവർ ഇയർ 32% വളർന്ന് 54 കോടിയായി. ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 31% സ്റ്റേബിൾ ആയിട്ട് നിന്നുകൊണ്ട്. ഇനി അതർ ഇൻകം ഇരട്ടിയിലധികമായി 9 കോടി എത്തി. അപ്പൊ ഇതിന് കാരണമായത് സ്ട്രോങ് സെയിൽസ് ഗ്രോത്ത്, അതുപോലെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയാണ്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ എന്താണ് ഇയർ ഓവർ ഇയർ 39% വളർന്ന് 46 കോടിയായി. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ സിൽച്ചർ ടെക്നോളജീസിന് നിലവിൽ ഓർഡർ ബുക്ക് ഏകദേശം 300 കോടിയാണ്. അതുപോലെ കമ്പനി 750 കോടിയുടെ ഫുൾ ഇയർ റവന്യൂ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് 100% ഇലക്ട്രിഫിക്കേഷനും അതിൽ 2030 ആകുമ്പോഴേക്കും 450 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ടാർഗറ്റും ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് കമ്പനിയുടെ ഓർഡർ ഇൻഫ്ലോയിനും അതുപോലെ ഗ്രോത്ത് വിസിബിലിറ്റിനും ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ ഇവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇയർ ഓഫ് ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇയർ ഓവർ ഇയർ 161% കൂടി 141 കോടിയായി. അപ്പം ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഇയർ ഓഫ് ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓവർ ഇയർ 156% കൂടി 92 കോടിയായി. റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററി ഈ ഒരു ക്യാഷ് ഫ്ലോനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ സെക്കൻഡ് ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2026 105%. അപ്പൊ ഇത് നമ്മൾ 2025 ഫൈനാൻഷ്യൽ ഹാഫ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 63%. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന എന്താണ് ഒരു ബെറ്റർ ക്യാഷ് റിയലൈസേഷൻ ആണ്. 2025 ഫൈനാൻഷ്യലില് ഡെറ്റേഴ്സ് ഡേ 86 ദിവസത്തിൽ നിന്ന് 134 ദിവസമായിട്ട് കൂടി. അപ്പൊ മാനേജ്മെന്റ് ഇവിടെ പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സിന് 180 ഡേയ്സ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ടേംസ് ഉണ്ട്. പക്ഷെ എന്താണ് സർപ്ലസ് ക്യാഷ് ഉള്ളതുകൊണ്ട് അവർക്ക് എന്താണ് എൻകാഷ് ചെയ്യാറില്ല എന്നാണ്. അപ്പൊ ഇത് കാരണം എന്താണ് റിസീവബിൾസ് കൂടിയതുപോലെ നമുക്ക് തോന്നും, പക്ഷെ കമ്പനി ആക്ച്വലി എന്താണ് ഇതിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഇൻവെസ്റ്റേഴ്സിന് ഇതിലൊരു എന്തായാലും ഒരു കണ്ണ് വേണം, അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യണം. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ റിസ്ക് വരുന്നത് കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. 2025 ഫൈനാൻഷ്യലിൽ ഡൊമസ്റ്റിക് സെയിൽസിന്റെ 58% കോൺട്രിബ്യൂട്ട് ചെയ്ത് ടോപ്പ് 5 ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് ആണ്. അതായത് ഇവരുടെ ഒരു മെയിൻ പോർഷൻ റവന്യൂ കുറച്ച് ക്ലയൻസിൽ നിന്ന് ആശ്രയിച്ച് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി കമ്പനികളുടെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ പ്രൈസ് വോളറ്റിലിറ്റി ആണ്. കാരണം ഇപ്പോൾ കോപ്പർ, CRGO സ്റ്റീൽ, അലുമിനിയം, അതുപോലെ ട്രാൻസ്ഫോമർ ഓയിൽ ഒക്കെ എന്താണ് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റിന്റെ ഒരു 80 മുതൽ 85% വരുന്നുണ്ട്. അതിൽ ഗ്ലോബൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡൈനാമിക്സ് കാരണം അവരുടെ പ്രൈസ് നല്ല രീതിയിൽ ഇവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് വരുന്ന തിലക് നഗർ ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ അവരുടെ സെയിൽസ് CAGR വരുന്ന ഏകദേശം 22%. അതേസമയത്ത് പ്രോഫിറ്റ് CAGR വന്നിരിക്കുന്നത് 72%. അപ്പൊ കമ്പനി എന്താണ് അവരുടെ എക്സ്പെൻസ് കൺട്രോൾ നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ സെയിൽസ് വളർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മുതൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇയർ ഓവർ ഇയർ ഡിക്ലൈൻ ആയപ്പോൾ. അപ്പൊ തിലക് നഗർ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ആൽക്കോ ബെവറേജ് സെക്ടറിലെ എസ്റ്റാബ്ലിഷ് പ്ലെയർ ആണ്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാൻസൺ ഹൗസ് ബ്രാൻഡിന്റെ പേരുകൊണ്ടാണ് അവർ ഇവിടെ എന്താണ് ഏറ്റവും അധികം അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് എന്താണ് രാജ്യത്തിലെ എന്താണ് ടോപ്പ് സെല്ലിംഗ് പ്രീമിയം ബ്രാൻഡിയാണിത്.
ഇപ്പോൾ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് 15ലധികം ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ബ്രാൻഡി, വിസ്കി, റം, ജിൻ, വോഡ്കയിലൊക്കെ ആയിട്ട്. അപ്പൊ ഇതില് ബ്രാൻഡ് സെഗ്മെന്റ് ആണ് ഇവരുടെ മെയിൻ ഗ്രോത്ത് ഫാക്ടർ. ഇപ്പോൾ ടോട്ടൽ സെയിൽസിലേക്ക് ഏകദേശം 91% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി മെയിൻലി സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിലാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പുതുച്ചേരിയിലെ ഏറ്റവും വലിയ IMFL പ്ലെയർ ആണ്. അതുപോലെ തെലങ്കാന, അതുപോലെ കർണാടകയിൽ ടോപ്പ് 3യിൽ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തിലക് നഗർ ഇൻഡസ്ട്രീസ് ഏകദേശം 4150 കോടി വിലയുള്ള എന്താണ് ഒരു ഡീല് പെർനോട്ട് റിക്കാർഡിൽ നിന്ന് ഇമ്പീരിയൽ ബ്ലൂ അക്വയർ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കമ്പനി എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അവരുടെ പ്രസൻസ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ യൂറോപ്പിലേക്കൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് ഇവിടെ ഇയർ ഓവർ ഇയർ 31% വളർന്ന് 409 കോടിയായി. അപ്പൊ ഇതിന് കാരണം 26.5% സ്ട്രോങ് വോളിയം ഗ്രോത്ത്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഗ്രോത്ത് മൊമെന്റും ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 88% വളർന്ന് 94 കോടിയായി. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 16% 23% ഇംപ്രൂവ് ആയി. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ഇവിടെ കൂടുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം പ്രൊഡക്ട്സിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു, അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാനുള്ള സ്മാർട്ട് മാനേജ്മെന്റും ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മാർജിൻ ഇംപ്രൂവ്മെന്റോടെ നെറ്റ് പ്രോഫിറ്റ് എന്താണ് 123% കൂടി 89 കോടിയായി. അതിൽ നെറ്റ് മാർജിൻ ഇവിടെ നിന്ന് 12.8% 21.8% ഇംപ്രൂവ് ആയി. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് വിസ്കി ബ്രാൻഡായ ഇമ്പീരിയൽ ബ്ലൂ അക്വയർ ചെയ്തത് വഴി തിലക് നഗർ ഇൻഡസ്ട്രീസിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ വിസ്കി സെഗ്മെന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഡീൽ അവരെ സഹായിക്കും. അപ്പോൾ ഇത് നിലവിലെ റവന്യൂന്റെ 4 മുതൽ 5% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇമ്പീരിയൽ ബ്ലൂവിന്റെ ആനുവൽ റവന്യൂ എന്ന് പറയുന്നത് 3000 കോടിയിലധികമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു അക്വിസിഷൻ വഴി തിലക് നഗറിന് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിലേക്ക് ആക്സസ് നൽകും. അവരുടെ കാറ്റഗറി പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് തന്നെ. ഇനി നമ്മൾ ഇവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ ബോറോയിങ്സ് 121 കോടിയിൽ നിന്ന് 44 കോടിയായിട്ട് ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഫൈനാൻസ് കോസ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് റവന്യൂ നല്ലപോലെ കുറഞ്ഞു. അപ്പോൾ കമ്പനി അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് 150% കൂട്ടി 30 കോടിയിലേക്ക് എത്തിച്ചു. അപ്പോൾ മെജോറിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്കാണ്. അപ്പോൾ ഇൻവെന്ററീസും 66% കൂടി 165 കോടിയായി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കമ്പനി പ്രീമിയം പ്രൊഡക്ട്സിലേക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ കമ്പനി ക്യാഷ് ഫ്രോം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇയർ ഓവർ ഇയർ 52% വളർന്ന് 178 കോടിയായി. റിസീവബിൾസ് അതുപോലെ പേയബിൾസ് CFOനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇൻവെന്ററീസ് കൂടിയത് ചെറിയൊരു പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2025 ഫൈനാൻഷ്യലിലെ 77% നിൽക്കുന്നത്. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ 85% അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന കഴിഞ്ഞ വർഷത്തിൽ ക്യാഷ് റിയലൈസേഷൻ എന്താണ് വീക്ക് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക്കും ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്ത് കോൺസെൻട്രേഷൻ റിസ്ക് തന്നെയാണ്. വലിയൊരു പോർഷൻ ബിസിനസ് സൗത്ത് ഇന്ത്യയിലേക്കാണ് വരുന്നത്. അപ്പൊ മെയിൻലി ബ്രാൻഡ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയത്തിന്റെ ഏകദേശം 86% ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്സിൽ എന്താണ് എന്തെങ്കിലും ഒരു പോളിസി മാറ്റം അല്ലെങ്കിൽ നിയമമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പെർഫോമൻസിന് ഇവിടെ ബാധിക്കാം. 2025 ഫൈനാൻഷ്യലിൽ ഇൻവെന്ററി ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 131 ദിവസം 191 ദിവസമായിട്ട് കൂടി. അപ്പം ഇത് കാരണം എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 87 ദിവസം 125 ദിവസമായിട്ട് കൂടി. ഇപ്പോൾ ഡെറ്റേഴ്സ് അതുപോലെ തന്നെ പേയബിൾ ഡേയ്സ് കുറച്ചുകൂടി സപ്പോർട്ട് നൽകി. എന്താണ് ഓവറോൾ ക്യാഷ് കൺവേർഷൻ എന്താണ് ഇവിടെ സൈക്കിൾ പ്രഷറിലാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് വരുന്ന ലുമാക്സ് ഓട്ടോ ടെക്നോളജീസ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ ഇവരുടെ സെയിൽസ് CAGR ഏകദേശം 34% ആയിരുന്നു. അതേസമയത്ത് പ്രോഫിറ്റ് CAGR 36% ആയിരുന്നു. അപ്പൊ കമ്പനി എന്താണ് അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇവിടെ ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിലിറ്റി ആണ് കാണിക്കുന്നത്. ലുമാക്സ് ഓട്ടോ എന്ന് പറഞ്ഞ ഓട്ടോ കോമ്പോണന്റ് മാനുഫാക്ചർ ആണ്. ഇപ്പൊ 2 വീലേഴ്സ് അതുപോലെ തന്നെ 4 വീലേഴ്സ് രണ്ടിനും വേണ്ടി എന്താണ് അവരുടെ പാർട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ പ്രൊഡക്ട് റേഞ്ചിൽ വരുന്നതാണ് ലൈറ്റിംഗ് സിസ്റ്റംസ്, ഗിയർ ഷിഫ്റ്റേഴ്സ്, ചേസസ് പാർട്സ്, ഇലക്ട്രോണിക്സ് അതുപോലെ പ്ലാസ്റ്റിക് കോമ്പോണൻസ്. ലുമാക്സിന്റെ ക്ലയന്റിൽ വരുന്നതാണ് ഇന്ത്യയിലെ ടോപ്പ് ഓട്ടോ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഓട്ടോ, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, അതിൽ ബാക്കിയുള്ള എല്ലാ ലീഡിംഗ് OEMs. പിന്നെ കൂടാതെ കമ്പനി എന്താണ് EV സെഗ്മെന്റ്സിനായിട്ട് കോമ്പോണൻസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ഗ്രോത്ത് പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ സെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓവർ ഇയർ 36% വളർന്ന് 1026 കോടിയായി. അപ്പൊ ഇത് സപ്പോർട്ട് ആയത് പ്രീമിയമൈസേഷനും അത് ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട് മിക്സും ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 42% വളർന്ന് 125 കോടിയായി. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 12% സ്റ്റേബിൾ ആയിട്ട് നിന്നു. അപ്പൊ ഇതിന് കാരണം എന്താണ് ചില കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പ്രൈസ് കറക്ഷൻ ആണ്. അതായത് റിവൈസ് പ്രൊഡക്ട് പ്രൈസ് ഫൈനലൈസ് ചെയ്യുന്നതിന് ഡിലേ ഉണ്ടായി. അപ്പൊ ഇത് കാരണം എന്താണ് മാർജിൻ ഇത് ടെമ്പററി ആയിട്ട് ബാധിച്ചു. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 29% കൂടി. എന്നാൽ നെറ്റ് മാർജിൻ സ്ലൈറ്റ് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആണ്. ഇപ്പൊ 30 ബേസിസ് പോയിന്റ്സ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ട് 5.3% എത്തി. ഇനി നമ്മൾ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ കമ്പനി ഒരു 2020 നോർത്ത് സ്റ്റാർ ടാർഗറ്റ് നേടാനായിട്ട് ലക്ഷ്യമിടുകയാണ്. അതായത് 20% റവന്യൂ CAGR, 20% പ്ലസ് ROC ത്രൂ എഫിഷ്യന്റ് ക്യാപിറ്റൽ അലോക്കേഷൻ,
20% EBITDA margin with strong operational discipline, അതിൽ 20% plus revenue from clean mobility solutions. അപ്പോൾ ഇതിൽ വരുന്നതാണ് EVs, CNG, ഇലക്ട്രിഫിക്കേഷൻ, അതിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് പ്ലാറ്റ്ഫോംസും. മാനേജ്മെന്റ് ഇവിടെ ലക്ഷ്യമിടുന്ന 2025 ഫൈനാൻഷ്യലിലെ 516 കോടിയുടെ എബിറ്റ 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 25% CAGR ആയിട്ട് വളർത്താനായിട്ടാണ്. ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ന്യൂ അക്വിസിഷൻസ്, അതിൽ ഗ്രീൻ ഫ്യൂൽ, മെക്കാട്രോണിക്സ് പോലത്തെ ഹൈ മാർജിൻ വെർട്ടിക്കൽസിന് സാധ്യമാവുന്നതായിരിക്കും. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ ഓർഡർ ബുക്ക് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1500 കോടിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ് 2025 ഫൈനാൻഷ്യൽ റവന്യൂവിന്റെ ഏകദേശം 41%. അപ്പൊ ഈ ഒരു 1500 കോടിയുടെ ഓർഡർ ബുക്ക് എന്താണ് പതുക്കെ റവന്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഏകദേശം 8%, 2027 അതുപോലെ 28 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഏകദേശം 40% വെച്ചിട്ട് ഇത് നേടും. അപ്പം നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഇവിടെ നോക്കണം, ഈ ഒരു മൾട്ടി ഇയർ ടാർഗറ്റ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതെന്താണ് ജസ്റ്റ് ഒരു പേപ്പറിൽ മാത്രം ഉള്ളതാണോ എന്നുള്ളത് നമ്മളിവിടെ മോണിറ്റർ ചെയ്യണം. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഫിക്സഡ് അസറ്റ് 30% കൂടി. അപ്പൊ ഇതിന് മെയിൻ കാരണം ഗ്രീൻഫീൽഡ് അക്വിസിഷൻസ് ആണ്. ഈ ഒരു ഡീലിന് ശേഷം ഗുഡ്വിൽ അതിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കമ്പനിയുടെ ബുക്കിലേക്ക് ആഡ് ചെയ്യുന്നോ. കൂടാതെ കപ്പാസിറ്റി എക്സ്പാൻഷൻ, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി കൂട്ടാനായിട്ട് ഇവിടെ കാരണമായിട്ടുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട് 69 കോടിയിലേക്ക്. അപ്പം ഇതിന് കാരണം പുതിയ പ്രോജക്ട്സ്, അതുപോലെ ബാംഗ്ലൂരിലെ ഷിഫ്റ്റ് സ്മാർട്ട് ഹബ്, അതുപോലെ തന്നെ ചൈന R&D സെറ്റപ്പ് പോലത്തെ ടെക്നോളജി സെന്റേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഇനി നമ്മളിവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യല് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇയർ ഓവർ ഇയർ 9% വളർന്ന് 290 കോടിയായി. റിസീവബിൾസ് അതുപോലെ ഇൻവെന്ററീസ് CFOയിൽ കുറച്ച് പ്രഷറിലാക്കിയിട്ടുണ്ട്. അതേസമയത്ത് നമ്മളിവിടെ പേബിൾസ് നോക്കുകയാണെങ്കിൽ എന്താണ് ചെറിയൊരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പൊ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2025 ഫൈനാൻഷ്യലിൽ 126% എത്തി. ഇപ്പൊ 2024 ഫൈനാൻഷ്യലിൽ ഇത് 158% ആയിരുന്നു. അപ്പം ഇതിവിടെ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം ക്യാഷ് റിയലൈസേഷൻ കുറഞ്ഞത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു മെട്രിക് റെഗുലർ ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. ഇനി റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനിയുടെ കുറച്ച് മേജർ റിസ്ക് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് EV പ്ലാറ്റ്ഫോം ഡിലേ ആണ്. ഇപ്പൊ ചേതകിന്റെ EV പ്രൊഡക്ഷൻ റെയർ എർത്ത് സപ്ലൈ ഇഷ്യൂ ഫേസ് ചെയ്തിരുന്നു. അതിൽ മാരുതി സുസുക്കി വിറ്റാരയുടെ ലോഞ്ചും ഡിലേ ആയിരുന്നു. മുമ്പ് 2026 ഫൈനാൻഷ്യലിൽ 300 കോടിയുടെ EV ലിങ്ക്ഡ് റവന്യൂ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതിപ്പോ 115 കോടിയിലേക്ക് റിവൈസ് ചെയ്തു. അപ്പൊ ബാക്കി ഓർഡേഴ്സ് ഫ്യൂച്ചർ ഇയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, ഷോർട്ട് ടേം ഓർഡർ ബുക്ക് റിയലൈസേഷൻ സ്ലോ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്, 40% ഓർഡർ ക്ലീൻ മൊബിലിറ്റിയിലേക്ക് ലിങ്ക്ഡ് ആണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ റേഷ്യോസും റെഡ് ഫ്ലാഗ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ 4.27x നിന്ന് 2.11x കുറഞ്ഞു. അതേസമയത്ത് ROE അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ രണ്ടും ഡിക്ലൈൻ ആയി. അപ്പൊ ഇതിന് മെയിൻ കാരണം ഹയർ ബോറോയിങ്സ് ഇതിൽ ലോവർ സ്റ്റാൻഡേർഡ് ഓൺ പ്രോഫിറ്റ് ആണ്. കൂടാതെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ റവന്യൂ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇപ്പൊ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അതുപോലെ ബജാജ് ഓട്ടോ രണ്ടും കൂടി എന്താണ് റവന്യൂയിലേക്ക് 40 മുതൽ 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. IAC ഇന്ത്യ അക്വിസിഷന് ശേഷം PV സെഗ്മെന്റ് ഷെയർ 20% നിന്ന് 53% കൂടി. അപ്പൊ ഇതിന്റെ അർത്ഥം ഫ്യൂച്ചർ ഗ്രോത്ത് ഇപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു OEMസിന്റെ പ്രൊഡക്ഷൻ സക്സസിനെ ആശ്രയിച്ചായിരിക്കും വരുന്നത്. സോ ഇതായിരുന്നു സ്ട്രോങ് റവന്യൂ അതിൽ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിച്ച 3 സ്മോൾ ക്യാപ് കമ്പനികളുടെ അനാലിസിസ്. അപ്പം ഇനി നിങ്ങൾ തീരുമാനിക്കുക, അതായത് ലോങ് ടേം പൊട്ടൻഷ്യൽ ഇത് ഏതൊക്കെ സ്റ്റോക്സ് ആയിരിക്കും പ്രോമിസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല എന്നുള്ള കാര്യം നമ്മളോട് എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.